إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. സ്നേഹാദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം പാലിച്ച് മുത്തക്കുകളും മുഖലിസുകളുമായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടമുള്ള അടിയാറുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ ഏതാണ്ട് ആദ്യ പകുതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ തഖ്വ നേടിയെടുക്കാൻ ഈ 10-13 ദിവസങ്ങളിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ നിന്ന് ചുരുങ്ങിയത് 13 ജുസുകളെങ്കിലും നമ്മൾ ഓതിക്കഴിഞ്ഞോ? ഫർള് നമസ്കാരങ്ങളിലും ഐച്ഛിക നമസ്കാരങ്ങളിലും എത്രത്തോളം താല്പര്യം കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? ദാനധർമ്മങ്ങളിലും മറ്റു സൽക്കർമ്മങ്ങളിലും നിരതരാകാൻ നമ്മൾ ശ്രദ്ധിച്ചുവോ? ദിക്റുകളിലും ദുആകളിലുമായി നമ്മുടെ സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചോ? നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന റയ്യാൻ എന്ന കവാടം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുമോ? അന്ത്യയാമങ്ങളിൽ മനം നൊന്ത് റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടി പാപങ്ങളിൽ നിന്ന് മുക്തനാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഓരോ നിമിഷവും കരുതലോടെ ചെലവഴിക്കാൻ വിശ്വാസികളെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ സന്തോഷകരമായ മറുപടിയാണ് നമുക്കുള്ളതെങ്കിൽ നാം അനുഗ്രഹീതരാണ്, അൽഹംദുലില്ലാഹ്. അത് തുടരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതല്ല, വല്ല വീഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടോ? ഇനിയും ഒന്നുകൂടി ശ്രദ്ധിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അവ നികത്താനും തിരുത്താനുമുള്ള അവസരമായി ഇനിയുള്ള ദിവസങ്ങളെ നാം ഓരോരുത്തരും കാണേണ്ടതുണ്ട്. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറയുന്നുണ്ട്, തല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ, ഖബറാളികളോട് നിങ്ങൾ വല്ലതും ആഗ്രഹിച്ചു കൊള്ളുക എന്നെങ്ങാനും പറയപ്പെട്ടാൽ ലതമന്നൗ യൗമൻ മിൻ റമളാൻ, റമളാനിൽ നിന്ന് ഒരു ദിവസം കിട്ടുമോ എന്നായിരിക്കും അവർ ആഗ്രഹിച്ചു പോവുക എന്നാണ്. റമളാനിൽ നിന്ന് ഒരു ദിവസം കിട്ടുമോ എന്നായിരിക്കും ഖബറാളി ആഗ്രഹിച്ചു പോവുക എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമുക്കൊരിക്കലും നഷ്ടം വരാത്ത 3 കാര്യങ്ങളുണ്ട്.
ജീവിതത്തിൽ എപ്പോഴും അത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട നന്മകളാണ്. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് വേഗത്തിൽ ചെയ്യാവുന്ന, നാം അധികരിപ്പിക്കേണ്ടുന്ന 3 കാര്യങ്ങളാണ് പ്രസ്തുത ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. സുഹൃത്തുക്കളെ, ഈ മിമ്പറിൽ നിന്ന് തന്നെ പലതവണ നമ്മൾ കേട്ടിട്ടുള്ളൊരു ആയത്താണ്. എന്താണ് ആ 3 കാര്യങ്ങൾ? അള്ളാഹു പറയുകയാണ്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ്സലാ, കൃത്യമായി നമസ്കരിക്കുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ, യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടം വരാത്തൊരു കച്ചവടത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ലാഭത്തിനുമേൽ ലാഭം കിട്ടുന്ന, ഒരിക്കലും നഷ്ടം വരാത്ത 3 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചപ്പോൾ അതിൽ ഒന്നാമത്തേത് യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക എന്നാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണ മാസമായ ഈ റമദാനിൽ എത്ര കണ്ട് ഓതി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള പാരായണത്തിൻ്റെ അവസ്ഥ തുടർന്നാൽ ഖുർആൻ മുഴുവനായും ഓതി തീർക്കാൻ ഈ റമദാനിൽ നമുക്ക് കഴിയുമോ? എത്ര സൂറത്തുകൾ മനഃപ്പാടമാക്കാൻ നമ്മൾ ശ്രമിച്ചു. ഖുർആനിലെ എത്ര ആയത്തുകൾ അർത്ഥം പഠിക്കാൻ ഈ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തി. വിശുദ്ധ ഖുർആനുമായി നല്ല ബന്ധം വെക്കാൻ ഈ മാസത്തിലും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സാധിക്കുക? ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ഖുർആനിൻ്റെ ആളുകളാകാൻ, അതുവഴി അള്ളാഹുവിൻ്റെ ആളുകളാകാൻ നാം പണിയെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ചില ആളുകളുണ്ട്. സ്വഹാബത്ത് ചോദിക്കുന്നു, മൻഹും, റസൂലെ അത് ആരാണ്? അവിടുന്ന് ഉത്തരം നൽകുന്നു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിൻ്റെ ആളുകളാണ്. അഹ്ലുല്ലാ, അതുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ്. വഖാസ്സത്തുഹു, അവർ അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ ടീമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാത്രവുമല്ല സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ എപ്പോഴും നമുക്ക് വെളിച്ചമായി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. ഇഹലോക ജീവിതത്തിൽ മാത്രമല്ല, ഖബറിൽ വെച്ച് മാത്രമല്ല, നാളെ പരലോകത്ത് നമ്മുടെ അരികിലേക്ക് നമ്മെ സഹായിക്കാൻ വിശുദ്ധ ഖുർആൻ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപരിചിതനായ ഒരാളുടെ രൂപത്തിൽ കടന്നു വരുമ്പോൾ അവൻ ചോദിക്കും, ഹൽ തഅരിഫുനി, നിനക്കെന്നെ മനസ്സിലായോ? ആ ഖുർആൻ പഠിച്ച വ്യക്തി പറയുമത്രേ, മാ അരിഫുക, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ ഖുർആൻ പറയും, അന സ്വാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിന്റെ ഖുർആനാണ്. നീ ഓതിയ ഖുർആൻ, നീ പഠിച്ച ഖുർആൻ, നീ മനഃപ്പാടമാക്കിയ ഖുർആൻ, നീ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് ആസ്വദിച്ചില്ലേ, ആ ഖുർആനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് സഹായിയായി കൂടെയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ധാരാളമായി നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുകയും നമ്മുടെ കുടുംബത്തിനെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യണം. നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കട്ടെ, അവർ ഖുർആൻ പാരായണം ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഏതെങ്കിലും ഒരു കുട്ടിയെ ഖുർആൻ പഠിപ്പിക്കുന്നുവെങ്കിൽ അവൻ്റെ പിതാവിന് പോലും മാതാവിന് പോലും പ്രത്യേകം കിരീടം അള്ളാഹു അണിയിപ്പിക്കും, പ്രത്യേകം ഉടയാടകൾ അവന് ധരിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ മനുഷ്യൻ ചോദിക്കുമത്രേ, ബിമ കുസീന ഹാദാ, എനിക്കെങ്ങനെയാണ് ഇത്ര നല്ല വസ്ത്രം ഈ സ്വർഗത്തിൽ വെച്ച് കിട്ടിയത്? അപ്പോൾ അവനോട് പറയപ്പെടും, മാതാപിതാക്കളോട് പറയപ്പെടും, ബി അഖ്ദി വലദിക്കുമൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചതിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുമെന്ന്, സമാധാനിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ആദ്യം 2-3 ദിവസങ്ങളിലുള്ള ആവേശം ഖുർആൻ പാരായണത്തിൻ്റെയും പഠനത്തിൻ്റെയും വിഷയത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. രണ്ടാമതായി ആയത്തിൽ പറഞ്ഞത് എന്താണ്? വഅഖാമുസ്സലാ, കൃത്യമായി നമസ്കരിക്കുന്നവർ, നമ്മുടെ ഫർള് നമസ്കാരം കൃത്യമായി ജമാഅത്തായി സമയബന്ധിതമായി നിർവഹിക്കാൻ സാധിക്കുന്നതോടൊപ്പം അതിൽ വരുന്ന വീഴ്ചകളും കുറവുകളും ന്യൂനതകളും പരിഹരിക്കപ്പെടാൻ ആവശ്യമായ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കണം. റവാത്തിബ് സുന്നത്തുകളെ പോലെ, ളുഹാ നമസ്കാരം പോലെ, രാത്രി നമസ്കാരം പോലെ, തഹിയ്യത്ത് പോലെ, ഉളുവിൻ്റെ 2 പോലെ, സുഹൃത്തുക്കളെ, കഴിയുന്നത്ര സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഈ റമദാനിലൂടെയൊക്കെ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപമുക്തനാവണം എന്നതാണെങ്കിൽ അതിനു പറ്റിയൊരു മാർഗമാണ് നമസ്കാരം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തബിഉ സുന്ന, പ്രവാചകചര്യ ചാണിന് ചാണായി പിൻപറ്റിയ വ്യക്തി എന്ന നിലക്ക് ചരിത്രത്തിൽ അറിയപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പള്ളിയിലിരിക്കുകയാണ്. ആ സമയത്ത് ഒരു വ്യക്തി അങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് വഹുവ യുസല്ലി ഖദു അത്വാല സ്വലാതഹു വഅതുനബ ഫീഹാ ഫഖാല മൻ യഅരിഫുക ഹാദാ. ഒരാളിങ്ങനെ ദീർഘമായി നമസ്കരിക്കുകയാണ്. ദീർഘമായ റുക്കൂഉം ദീർഘമായ സുജൂദും ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ നമസ്കരിക്കുന്ന വ്യക്തി ആരാണ്? അറിയുന്ന ഒരാൾ പറഞ്ഞു, ഇന്ന ആളാണ്, എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദ്ദേഹം ചെയ്യുന്ന ഈ ദീർഘമായ റുക്കൂഉം സുജൂദുമില്ലേ, അത് നല്ലൊരു കാര്യമാണ്. അതിൻ്റെ മഹത്വം അറിഞ്ഞാൽ ഇതിലേറെ അദ്ദേഹം ദീർഘിപ്പിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നൽ അബ്ദ, ഏതെങ്കിലും ഒരു അടിമ, ഇദാ ഖാമ യുസല്ലി, നമസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ, ഉതിയ ബിദുനൂബിഹി, ആ മനുഷ്യൻ ചെയ്ത തിന്മകൾ മുഴുവൻ കൊണ്ടുവരപ്പെടും. ഫൗദിഅത് അലാ റഅസിഹി ഔ ആതിഖിഹി, അവൻ്റെ പിരടിയിലും അവൻ്റെ തലയിലും അവൻ്റെ പാപങ്ങൾ കൊണ്ടുവന്നു വെക്കും. ഫകുല്ലമാ റകഅ ഔ സജദ, ആ മനുഷ്യൻ റുക്കൂയിലേക്ക് പോകുമ്പോൾ, അവൻ സുജൂദിലേക്ക് പോകുമ്പോൾ, തസാഖത്ത് അൻഹു, അവനിൽ നിന്ന് ആ തിന്മകൾ അങ്ങ് ചാടിപ്പോകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഒരു റുക്കൂഉം വെറുതെയാക്കാൻ പാടില്ല, ഒരു സുജൂദും വെറുതെയാക്കാൻ പാടില്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ചിലപ്പോൾ നമ്മൾ ജമാഅത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇമാമ് റുക്കൂഇലോ സുജൂദിലോ ഒക്കെ ആയിരിക്കും. നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്, ഇമാമ് അടുത്ത റക്അത്തിലേക്ക് ഉയരട്ടെ, തശഹുദിന് ഇരിക്കുകയാണോ, അതല്ല മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉയരുകയാണോ എന്നൊക്കെ നോക്കി നമ്മളിങ്ങനെ നിൽക്കുന്നു, കാത്തു നിൽക്കുന്നു. മൂന്നാമത്തെ റക്അത്താണോ നാലാമത്തെ റക്അത്താണോ എന്നൊക്കെ നമ്മൾ കാത്തിരിക്കുന്നു. അവിടെ നമുക്ക് സുജൂദുകൾ നഷ്ടപ്പെടുന്നു. ഒരു സുജൂദും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നാം ചെല്ലുന്ന സമയത്ത് ഇമാം എങ്ങനെയാണോ നിൽക്കുന്നത് അതിലേക്ക് കൂടുകയും കിട്ടിയത് ഒപ്പം നമസ്കരിക്കുകയും അല്ലാത്തവ ഒറ്റയ്ക്ക് പൂർത്തിയാക്കുകയും ചെയ്യുക എന്ന രീതിയായിരിക്കണം ആ സമയത്ത് നാം സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. സഹോദരങ്ങളെ, മാത്രവുമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മൂന്നാമതായി പറഞ്ഞത് എന്താണ്? വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. വഅൻഫഖൂ, അവർ ചെലവഴിക്കുന്നവരാണ്, മിമ്മാ റസഖ്നാഹും, നാം കൊടുത്തതിൽ നിന്ന്, സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും. രഹസ്യമായി നന്മകൾ ചെയ്യുന്നതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഇസ്ലാം ദാനധർമ്മത്തിൻ്റെ വിഷയം പറയുന്നിടത്ത് ഖുർആനിൽ പലതവണ ആവർത്തിച്ചു വന്ന ഒന്നാണ് സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും കൊടുക്കണമെന്ന്. എന്തേ അതിൻ്റെ കാരണം? അത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകണം, ഒരു പ്രോത്സാഹനമാകണം. താൻ കൊടുക്കുന്നത് കണ്ടിട്ട് നാലാൾ കൊടുക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ മറ്റുള്ളവർക്കും തോന്നണം എന്ന അവസ്ഥയാണ് സഹോദരങ്ങളെ വഅലാനിയ, പരസ്യമായി കൊടുക്കണം എന്നത് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി ദാനം ചെയ്യാൻ, ധർമ്മം ചെയ്യാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ നമുക്ക് വല്ലാത്ത ധൈര്യം നൽകുന്ന ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നമ്മുടെ ഹൃദയത്തിൽ നാം ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ നമുക്കൊരു മടിയും ഉണ്ടാവുകയില്ല, ഒരു പേടിയും ഉണ്ടാവുകയില്ല. എന്തേ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത സദഖത്തും മിമ്മാൽ, മാ നഖസത സദഖത്തും മിമ്മാൽ. ഒരാളും ദാനം ചെയ്തതിൻ്റെ പേരിൽ സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല, അവൻ തുലഞ്ഞു പോവുകയില്ല. ദാനം കൊടുത്തതിൻ്റെ പേരിൽ എല്ലാം കഴിഞ്ഞു എന്ന്, തീർന്നു എന്ന് പറയേണ്ടി വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പറഞ്ഞു, ഖാലല്ലാഹു തബാറക വ തആല, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം, അല്ലയോ മനുഷ്യ, അൻഫിഖ് ഉൻഫഖ് അലൈക്, അൻഫിഖ് ഉൻഫിഖ് അലൈക്, മനുഷ്യ നീ ചെലവഴിക്ക്, നിന്റെ മേൽ ഞാൻ തരും, നീ കൊടുക്ക്, നിനക്ക് ഞാൻ തരും എന്ന് അല്ലാഹ് പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അസ്വദഖത്തു ബുർഹാനുൻ, അസ്വദഖത്തു ബുർഹാനുൻ, ദാനം എന്നത് ഒരു തെളിവാണ്. എന്താണ് ദാനം എന്നത്? തെളിവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് പണ്ഡിതന്മാർ പറഞ്ഞു, ബുർഹാനുൻ അലാ സിഹ്ഹത്തി ഈമാനിൽ അബ്ദി, ഒരു അടിമയുടെ ഈമാൻ നല്ല ഈമാനാണ്, അവൻ യഥാർത്ഥ മുഅ്മിനാണ് എന്നതിനുള്ള തെളിവാണ് അവൻ ദാനം ചെയ്യുന്നു എന്നത്, ധർമ്മം ചെയ്യുന്നു എന്നത്, അവനൊരു മുഅ്മിനാണ് എന്നതിനുള്ള അലാമത്താണ് എന്ന് പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നൽ മുസ്തദ്ദിഖീന വൽ മുസ്തദ്ദിഖാത്ത് വഖറലുല്ലാഹ ഖർളൻ ഹസന. ചിലവഴിക്കുന്ന പുരുഷന്മാർ, ചിലവഴിക്കുന്ന സ്ത്രീകൾ, അള്ളാഹുവിന് കടം കൊടുക്കാൻ തയ്യാറുള്ളവർ, യുളാഅഫു ലഹും,
അവർക്ക് അതിനുള്ള പ്രതിഫലം ഇരട്ടിയായി നൽകപ്പെടുന്നതാണ്. വലഹും അജ്റുൻ കരീം, അവർക്ക് മാന്യമായ പ്രതിഫലവുമുണ്ട്. അള്ളാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ, ധർമ്മം ചെയ്യാൻ ഒരിക്കലും നമ്മൾ മടി കാണിക്കണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പലതവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഹദീസാണല്ലോ, ഒരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യൻ്റെയും അരികിലേക്ക് ഓരോ ദിവസവും നേരം പുലരുമ്പോൾ 2 മലക്കുകളെ പറഞ്ഞയക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ. 2 മലക്കുകൾ ഓരോരുത്തരുടെയും അരികിലേക്ക് വരാതിരിക്കില്ല. ഫയഖൂലു അഹദുഹുമാ, ആ മലക്കുകളിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ ഇയാൾ ചെലവഴിക്കുന്ന ആളാണെങ്കിൽ, ധർമ്മം ചെയ്യുന്ന ആളാണെങ്കിൽ വർധനവ് നൽകണേ. സുഹൃത്തുക്കളെ, അള്ളാഹിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു ഇബാദത്താണ് ദാനം ചെയ്യുക എന്നത്. മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ ഇയാൾ ചെലവഴിക്കുന്ന ആളാണെങ്കിൽ കൂടുതൽ കൊടുക്കണേ. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമളാൻ വന്നിട്ട് ഈ 13ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഓരോ ദിവസവും ആ 1ാമത്തെ മലക്കിൻ്റെ പ്രാർത്ഥനയ്ക്ക് നാം വിധേയരായിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു 50 രൂപ കൊടുക്കാൻ, ഒരു 500 രൂപ കൊടുക്കാൻ, ഓരോ ദിവസവും കഴിയുന്നത്ര ദാനം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ 2ാമത്തെ മലക്കിൻ്റെ പ്രാർത്ഥനയായിരിക്കും നമ്മുടെ മേലുണ്ടാവുക. 2ാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്താണ്? വയഖൂലുൽ ആഖറു, 2ാമത്തെ മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫാ, അല്ലാഹുവേ ഇയാൾ പിടിച്ചു വെക്കുന്ന ആളാണെങ്കിൽ, പിശുക്ക് കാണിക്കുന്ന ആളാണെങ്കിൽ, കൊടുക്കാൻ മടിയുള്ളവനാണെങ്കിൽ ഉള്ളതും നശിപ്പിക്കണേ. സുഹൃത്തുക്കളെ, മലക്കുകൾ നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒരു മനുഷ്യൻ അവൻ്റെ മരണം ആസന്നനാകുന്ന സമയത്ത് എന്തിനും കൊതിച്ചു പോകുമെന്നാണ്. ഏത് നന്മക്കും ഞാൻ തയ്യാറാണ് എന്നവന് നന്മകൾ ചെയ്യാനുള്ള മനസ്സ് പാകപ്പെടുന്ന ഒരു നേരമാണ് മരണരംഗമെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദാനം ചെയ്യാനായിരിക്കും, ധർമ്മം ചെയ്യാനായിരിക്കും. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുതുബയുടെ തുടക്കത്തിൽ ഓതിവെച്ച വചനം സൂറത്തുൽ മുനാഫിഖൂനിലെ 10ാമത്തെ ആയത്താണ്. വഅൻഫിഖൂ, നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക, മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന്, മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണം വരുന്നതിന് മുമ്പ് ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾ ധർമ്മം ചെയ്തു കൊള്ളുക, ചെലവഴിച്ചു കൊള്ളുക. കാരണം ആ മരണമെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഫയഖൂൽ, അവൻ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ ഒരല്പസമയത്തേക്ക് കൂടി എൻ്റെ മരണമൊന്ന് നീട്ടിത്തരണേ, അല്പസമയം കൂടി ജീവിക്കാൻ അവസരം നൽകണേ. മിൻ അജലിൻ ഖരീബ്, അല്പസമയത്തേക്കൊന്ന് നീട്ടിത്തരണേ. ഫഅസ്വദ്ദഖ, ഞാൻ ദാനധർമ്മം ചെയ്യാം. വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സൽക്കർമ്മകാരികളിൽ ഉൾപ്പെടുകയും ചെയ്യാം. ആ 2ാമത് പറഞ്ഞ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ദാനധർമ്മവും ഉൾപ്പെടും. പിന്നെ എന്തിനാണ് അത് പ്രത്യേകം പറഞ്ഞത്? മരിക്കുന്ന നേരത്ത് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ടാവുക, എനിക്കിനി ഒന്നും വേണ്ട, എല്ലാം റബ്ബിൻ്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കാം എന്ന മനസ്സ് പാകപ്പെടുമെന്നാണ്. ഞാൻ കെട്ടിപ്പിടിച്ചതും വെട്ടിപ്പിടിച്ചതും വെറുതെയായി എന്ന് തോന്നുന്ന, വെറുതെ എൻ്റെ ബാങ്ക് ബാലൻസ് വെറുതെയാവുകയാണ് എന്ന് തോന്നുന്ന ആ നിമിഷത്തിൽ എല്ലാം കൊടുക്കാൻ അവൻ്റെ മനസ്സ് പാകപ്പെടും. ഫഅസ്വദ്ദഖ, ഞാൻ സ്വതക്ക ചെയ്യാം. വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ ഉൾപ്പെടാം എന്ന് അവൻ പറഞ്ഞു പോകും എന്നാണ്. സഹോദരങ്ങളെ, ഒരിക്കലും ആ സമയത്തെ ആ ചിന്ത കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല എന്നും തുടർന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. പലപ്പോഴും പണം ചെലവഴിക്കുന്ന കാര്യത്തിലാണ് മറ്റു നന്മകളിൽ മുന്നിൽ നിൽക്കുന്നവർ പോലും അശക്തരും ദുർബലരുമായി തീരുന്നത്. നിർബന്ധ ദാനത്തിൻ്റെ കാര്യത്തിൽ പോലും പിശാച് നമ്മെ പുറകോട്ട് വലിക്കുകയാണ്. നിർബന്ധ ദാനം അഥവാ സക്കാത്ത് എന്ന് പറയുമ്പോൾ അതേതോ അതിസമ്പന്നന്മാർ മാത്രം കൊടുക്കേണ്ട വിഹിതമാണ് എന്നാണ് പല ആളുകളും മനസ്സിലാക്കി വെച്ചത്. സഹോദരങ്ങളെ, എന്താണ് സക്കാത്ത് എന്ന് പറയുന്നത്? ഒരു നിശ്ചിത പരിധി എത്തുമ്പോൾ നിർബന്ധമായും നാം കൊടുത്തു വീട്ടേണ്ട ദാനമാണ്, നിർബന്ധ ദാനമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞാൽ വീട്, ഭക്ഷണം, ചികിത്സ, അതുപോലെ തന്നെ നമ്മുടെ വാഹനം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ മൊബൈൽ ഫോൺ, ഇങ്ങനെ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി നാം എടുക്കുന്ന ചെലവ് കഴിഞ്ഞാൽ വാർഷിക വരുമാനത്തിൽ നീക്കിയിരുപ്പായി 595 ഗ്രാം വെള്ളിയുടേത് അഥവാ ഇന്നത്തെ വിലയനുസരിച്ച് 65,450 രൂപ ഒരു വ്യക്തിയുടെ കയ്യിൽ ബാലൻസായി ഉണ്ടെങ്കിൽ അവൻ അതിൽ നിന്ന് 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത് നിർബന്ധമായും കണക്ക് നോക്കി തന്നെ കൊടുക്കണം. ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന ദാനം അതിലേറെ ഉണ്ടാകുമല്ലോ, ഞാൻ കുറേ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതൊക്കെ വീടിപ്പോകും എന്നാരും ധരിക്കേണ്ടതില്ല. ഞാൻ ഒരുപാട് ചെലവഴിക്കുന്നുണ്ടല്ലോ എന്നത് സക്കാത്ത് വീടുമെന്നതിന് ന്യായമായി തീരുന്നില്ല.
അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്തിൻ്റെ വിഷയം വരുമ്പോൾ നമ്മൾ ഒരിക്കലും പിറകോട്ട് പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലു ഇബ്നു ആദം, മനുഷ്യരൊക്കെ ചിന്തിച്ചു പോകുന്ന, പറഞ്ഞു പോകുന്ന ഒരു വാചകമുണ്ട്, മാലി മാലി, എൻ്റെ പണം, എൻ്റെ പണം. എല്ലാവരുടെയും മനസ്സ് പണം പണം എന്നിടത്താണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഹല്ലക യബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ അക്കൽത ഫഅഫ്നൈത, മനുഷ്യ നീ മനസ്സിലാക്കി വെച്ചോ, നീ തിന്ന് തീർത്തതല്ലാത്തെ നീ എന്താണ് നിന്റെ പണമായുള്ളത്? ഔ ലബിസ്ത ഫഅബ്ലൈത, നീ വസ്ത്രം വാങ്ങി ദ്രവിച്ചു പോയതല്ലാത്ത, ധരിച്ച് ദ്രവിച്ചു പോയതല്ലാത്ത എന്താണ് നിനക്കായിട്ടുള്ളത്? ഔ തസദ്ദഖ്ത ഫഅംലൈത, നീ ചെലവഴിച്ചതല്ലാതെ എന്താണ് നിനക്കായിട്ടുള്ളത്? നീ ബാക്കി വെച്ചതൊക്കെയും നിന്റെ ശ്വാസം നിലക്കുന്നതോടുകൂടി അനന്തരാവകാശികളുടേതാകും. നീ ചെലവഴിച്ചത് അത് നിന്റേതാണ്, നീ തിന്നത് നിനക്കുള്ളതാണ്, നീ ധരിച്ചത് നിനക്കുള്ളതാണ്, നീ ബാക്കി വെച്ചത് അത് മറ്റുള്ളവൻ്റേതാണ്. അതുകൊണ്ട് മനുഷ്യ നീ ചെലവഴിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അത് കൈകാര്യം ചെയ്യാനുള്ള താൽക്കാലികമായ അവകാശവും അവസരവും മാത്രമാണ് മനുഷ്യരായ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്. ഒരാൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് 1,00,000 രൂപ അയച്ചു തന്നിട്ട് ഇതിൽ 2,500 രൂപ ഇന്ന ആൾക്ക് കൊടുക്കണമെന്നും ബാക്കി 97,500 രൂപ നിനക്ക് വേണ്ടി ഞാൻ തന്നതാണ് എന്നും പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത് എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുക, അത് മുഴുവൻ എൻ്റേതാണ് എന്ന് പറയുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? ഇതാണ് സക്കാത്ത്. നമുക്ക് അള്ളാഹു സമ്പത്ത് തന്നിട്ട് അതിൽ 2.5% പാവപ്പെട്ടവൻ്റേതാണ്, അവകാശിയുടേതാണ്, അത് നിൻ്റേതല്ല, നിന്റെ ഔദാര്യമല്ല, മറ്റുള്ളവൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ട് അതും കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, വളരെ ഗൗരവമായ ഗുരുതരമായ ശിക്ഷയായിരിക്കും നമുക്കുണ്ടാവുക. അള്ളാഹു പറഞ്ഞു, മനുഷ്യൻ്റെ പ്രത്യേകത വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, അതിയായ തോതിൽ അങ്ങേയറ്റത്തെ രീതിയിൽ അവൻ സമ്പത്തിനെ ഇഷ്ടപ്പെട്ടു പോവുകയാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോടുള്ള അവൻ്റെ പ്രിയം കഠിനമായിരിക്കുന്നു എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സുഹൃത്തുക്കളെ, മുൻഗാമികളുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ചെലവഴിക്കുന്നതിൽ അവർ നമുക്ക് മാതൃകയായിരുന്നു. റമളാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചു വീശുന്ന കാറ്റുപോലെ ദാനം ചെയ്തിരുന്നു എന്നത് നമ്മൾ എത്ര തവണ കേട്ടതാണ്. പ്രവാചകൻ എപ്പോഴും ദാനം ചെയ്യാൻ അവസരം കിട്ടിയാൽ ആദ്യം തൻ്റെ കയ്യിലുണ്ടോ എന്ന് നോക്കും. ഇല്ലെന്നറിയുമ്പോഴാണ് സ്വഹാബത്തിനെ ഏൽപ്പിക്കാറുള്ളത്. ഒരു ദിവസം ഒരാൾ പ്രവാചകന്റെ സദസ്സിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി മജ്ഹൂദ്, പ്രവാചകരെ ഞാൻ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്, ഞാൻ കഷ്ടപ്പെടുകയാണ്, ഇന്നത്തെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എനിക്കൊന്ന് കിട്ടണം എന്നാഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാചകത്തിലുള്ളത് എന്ന് ഹദീസിൻ്റെ ഷറഹിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ തൻ്റെ ഭാര്യമാരുടെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചു. ഓരോ ഭാര്യമാരും തിരിച്ചയച്ചത് മാ ഇൻദി ഇല്ലാ മാ, വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. വീട്ടിൽ കൊടുക്കാൻ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. പ്രവാചകൻ വിഷമിച്ചു. തൻ്റെ സദസ്യരോട് ചോദിച്ചു, ഇത് റസൂലുള്ളാഹിൻ്റെ അതിഥിയാണ്, ആരെങ്കിലും കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ? വീട്ടിൽ എന്താണുള്ളതെന്ന് പോലും അന്വേഷിക്കാതെ അറിയാതെ ഒരു അൻസ്വാരി സുഹാബി, അനയാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുപോകാം പ്രവാചകരെ, കൈപൊക്കി. പ്രവാചകൻ ആ സുഹാബിയെ ഏൽപ്പിച്ചു. ആ സുഹാബി പ്രവാചകന്റെ അതിഥിയുമായി വീട്ടിലേക്ക് പോയി. പുറത്തിരുത്തി അകത്ത് കയറി വീട്ടിൽ എന്താണ് പ്രവാചകന്റെ അതിഥിക്ക് കൊടുക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഭാര്യ പറയുന്നത്, കുട്ടികൾക്ക് പാകം ചെയ്ത് കൊടുക്കാനുള്ള അല്പം ധാന്യമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. ഈ സുഹാബി സൂത്രം പറഞ്ഞു കൊടുക്കുകയാണ്, ഉള്ള ധാന്യം നീ പാകം ചെയ്യൂ, കുട്ടികളെ കളികളിൽ വ്യാപൃതരാക്കി അവർ ഭക്ഷണം ചോദിക്കും മുമ്പ് അവരെ ഉറക്കിക്കിടത്തു, അതിഥി ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ നീ വിളക്ക് ഊതിക്കെടുത്തു, നമ്മൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത് പോലെ പാത്രത്തിൽ ശബ്ദമുണ്ടാക്കി അഭിനയിക്കാം, ഉള്ള ഭക്ഷണം അതിഥി കഴിക്കട്ടെ എന്നാണ്. അന്ന് രാത്രി അങ്ങനെ തന്നെ സംഭവിക്കുന്നു. നേരം പുലർന്ന് ഈ അൻസ്വാരി സുഹാബി പ്രവാചകനരികിലേക്ക് ചെന്നപ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്ത് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ റസൂലുള്ളാഹി പറയുന്നൊരു വാചകമുണ്ട്, ലഖദ് അജിബല്ലാഹു മിൻ സുനിഇകും അല്ലൈല, ഇന്നലെ രാത്രി നിങ്ങൾ ചെയ്ത കാര്യത്തിൽ അല്ലാഹ് പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സ്വന്തം ആവശ്യവും സ്വന്തം കുട്ടികളുടെ വിശപ്പും മറന്ന് അതിഥിയെ സൽക്കരിച്ച ആ സുഹാബി പോകുന്ന സ്വർഗത്തിൽ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും പോകണം. വിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 92-ാമത്തെ ആയത്തിറങ്ങി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്തിൽ നിന്ന് ധർമ്മം ചെയ്യാതെ, ദാനം ചെയ്യാതെ നിങ്ങൾ ആരും പുണ്യത്തിലെത്തിച്ചേരുകയില്ല. മുഫസ്സിറുകൾ പറഞ്ഞു,
അവിടെ ലൻ തനാലുൽ ബിർറ, പുണ്യത്തിനാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വത്ത് ദാനം ചെയ്യാതെ സ്വർഗമില്ലെന്ന ആയത്ത് കേട്ടപ്പോൾ ഓടിക്കിതച്ച് പ്രവാചകന് മുന്നിൽ വന്നു നിന്ന് കരയുകയാണ് അബൂ തുൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, റസൂൽ, ഞാൻ ദാനം കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് ഇതുവരെ ഞാൻ തന്നിട്ടില്ല. അങ്ങ് ബൈറുഹായിലെ നീണ്ടുവരുന്ന വിശാലമായ ആ ഈത്തപ്പനത്തോട്ടമില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വത്ത്. ഞാനിതാ റബ്ബിൻ്റെ മാർഗത്തിൽ നിങ്ങൾക്കത് ദാനം ചെയ്യുന്നു, ധർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞ് തോട്ടം മുഴുവൻ ഒരായത്ത് കേട്ടതിൻ്റെ പേരിൽ കൊടുത്ത അബൂ തുൽഹ പോകുന്ന സ്വർഗത്തിൽ. മുഅ്മിനീങ്ങളെ, ധാരാളം ആയത്തുകൾ കേട്ടിട്ടും കൊടുക്കാനുള്ള മനസ്സിൻ്റെ പിശുക്കിനിയും മാറുന്നില്ലെങ്കിൽ നമുക്കെങ്ങനെ പോകാൻ സാധിക്കും? ഗൗരവത്തോടെ തന്നെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അതേ ആയത്ത് കേട്ട് ഖൈബർ യുദ്ധവകയിൽ തനിക്ക് കിട്ടിയ മുഴുവൻ സ്വത്തും ഇസ്ലാമിന് വേണ്ടി കൊടുത്ത ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊടുക്കാൻ, ധർമ്മം ചെയ്യാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിങ്കൽ ലാഭം ലഭിക്കുന്ന, നഷ്ടം വരാത്ത കച്ചവടക്കാരാകാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും അതിൽ ഒന്നാമത്തേത് വിശുദ്ധ ഖുർആൻ പാരായണവും, രണ്ടാമത്തേത് നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കലും, മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രഹസ്യമായും പരസ്യമായും ധർമ്മം ചെയ്യലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പലപ്പോഴും പരിശുദ്ധ റമദാനിൽ ധാരാളം പിരിവുകൾ നമ്മുടെ മുന്നിലെത്തുമ്പോൾ എന്നും പിരിവാണല്ലോ എന്ന ഒരു മടുപ്പുള്ള മാനസികാവസ്ഥ നമുക്ക് വരാറുണ്ട്. സലഫുകൾ അവിടെയും നമുക്ക് മാതൃകയാണ്. സലഫുകളുടെ അരികിലേക്ക് ദാനം ചോദിച്ചുകൊണ്ട് ആളുകൾ കടന്നു വരുമ്പോൾ കാന യഖൂലു ലഹും മുതഹല്ലിലൻ, വളരെ സന്തോഷത്തോടെ മുഖപ്രസന്നതയോടെ അവർ പറയും, മർഹബൻ ബിമൻ ജാഅ ബിയഹ്മിലു ഹസനാതി ഇലൽ ആഖിറതി ബിഗൈരി അജ്ർ. എൻ്റെ അടുത്തുനിന്ന് പ്രതിഫലമൊന്നും വാങ്ങാതെ എനിക്കുള്ള കൂലി അള്ളാഹുവിങ്കിലേക്ക് എത്തിക്കുന്നവനെ, വഹിച്ചു കൊണ്ടുപോകുന്നവനെ, കയറിയിരിക്കൂ. നിനക്ക് ദാനം ചെയ്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് ധാരാളം നന്മകൾ രേഖപ്പെടുത്താൻ കാരണമാകുന്ന മനുഷ്യ, നിനക്ക് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ച് ഉള്ളതിൽ നിന്ന് ഉള്ളത് കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, എത്ര കൊടുക്കുന്നു എന്നതിലല്ല, ആ കൊടുക്കുമ്പോഴുള്ള മാനസികാവസ്ഥ എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനം. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സബക ദിർഹമുൻ മിഅത അൽഫി ദിർഹം, ഒരു ദിർഹം 1000 ദിർഹമിനെ മറികടക്കും. സ്വഹാബികൾ ചോദിച്ചു, അതെങ്ങനെയാണ് പ്രവാചകരെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1000 ദിർഹം ദാനം ചെയ്യുന്നവൻ 10,000ങ്ങളിൽ നിന്നാണ്, ലക്ഷങ്ങളിൽ നിന്നാണ് ദാനം ചെയ്യുന്നത്. എന്നാൽ ഒരു ദിർഹം ദാനം ചെയ്തവൻ വെറും 2 ദിർഹമുള്ളവനായിരുന്നു. അപ്പോൾ ഉള്ളതിൽ നിന്ന് കൊടുക്കാനുള്ള മാനസികാവസ്ഥ അതാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. 1 രൂപ കൊടുത്താലും 1 കോടിയുടെ രൂപത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുന്ന നമ്മുടെ റബ്ബ് നമ്മൾ ദാനം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽഹംദുലില്ലാ, അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ്. നമ്മുടെ ഈ പള്ളിയുടെ നേതൃത്വത്തിൽ തന്നെ, വിസ്ഡം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സക്കാത്ത് സെല്ല്, വിസ്ഡം സക്കാത്ത് സെൽ വർക്ക് ചെയ്യുന്നുണ്ട്. അർഹരായ ആളുകളെ കണ്ടെത്തി അതിലേക്ക് കൊടുക്കുന്ന സക്കാത്ത് സംവിധാനം, നാം സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവരാണെങ്കിൽ ഒരു വിഹിതമെങ്കിലും അത് ഏൽപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് അർഹരായ ആളുകളിലേക്ക് അത് എത്തിക്കാനുള്ള സംവിധാനം നമ്മുടെ ഈ പള്ളിയുടെ കീഴിൽ തന്നെ നടന്നു വരുന്നുണ്ട്. പെരുന്നാളിന് പുത്തനുടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ വിദ്യാർത്ഥി ഘടകം നടത്തുന്ന ഈദ് കിസ്വ, പാവങ്ങൾക്ക് പുത്തനുടുപ്പ് പെരുന്നാളിന് വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനം ഇൻഷാ അല്ലാഹ് അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്.
സുഹൃത്തുക്കളെ, പറഞ്ഞതിൻ്റെ ചുരുക്കം, അവസരങ്ങൾ എപ്പോഴുമൊന്നും നമ്മുടെ മുന്നിൽ വരികയില്ല. കിട്ടുന്ന അവസരങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയുമൊക്കെ തങ്കരിച്ചു വെച്ച് ഒരുമിച്ച് കൂട്ടി എടുത്തു വെച്ച് അത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത മനുഷ്യരില്ലേ, അവർക്ക് അറിയിച്ചു കൊള്ളുക വേദനയേറിയ ശിക്ഷയുണ്ടെന്ന്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. അന്ത്യനാളിൽ അവർ തങ്കരിച്ചു വെച്ച ആ സ്വർണവും വെള്ളിയുമൊക്കെ നരകത്തിലിട്ട് ചുട്ടുപഴുപ്പിക്കുന്നതാണ്. ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും. അവരുടെ മുതുകുകളിലും അവരുടെ മുഖങ്ങളിലുമൊക്കെ അതുകൊണ്ട് ചൂട് വെക്കുന്നതാണ്. വലുഹൂറുഹും, അവരുടെ മുഖങ്ങളിലും മുതുകുകളിലും നെറ്റിയിലുമൊക്കെ അതുകൊണ്ട് ചൂട് വെക്കും. അവരോട് പറയും, ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഇതായിരുന്നു. ഫദൂഖൂ മാ കുൻതും തുക്നിസൂൻ, തങ്കരിച്ചു വെച്ചത് കൊണ്ട് ആസ്വദിച്ചോ, അനുഭവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 34-35 ആയത്തുകളിലായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും സക്കാത്ത് തടയുന്ന, ധർമ്മം ചെയ്യാൻ മടി കാണിക്കുന്ന അവസ്ഥ നമ്മിൽ ഉണ്ടാകരുത് എന്ന് ഗൗരവമായി ആവർത്തിച്ചോർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സ്വർഗത്തിലേക്ക് ആവശ്യമായ ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശിഫ നൽകണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവരുണ്ട്, അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. മക്കളിലൂടെ പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്, അതിൽ നിന്ന് അവർക്ക് ആശ്വാസം നൽകണം റഹ്മാനെ. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികളുണ്ട്, സ്വാലിഹുകളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.